കൂകു കൂകു തീവണ്ടി കൂകിപ്പായും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി. ഞാൻ 1988 ഇവിടെ വന്നത്. അന്ന് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ വളരെ പിന്നോക്ക ജില്ലയായിരുന്നു. അന്ന് പിന്നെ എറണാകുളം, തൃശ്ശൂർ അങ്ങനെയുള്ള ആ ഭാഗത്തു നിന്നൊക്കെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ജൂൺ മാസത്തിൽ ഈ വേക്കൻസി ഉണ്ടായിട്ട് ഓഗസ്റ്റിലാണ് ഞാൻ വരുന്നത്. അതുവരെ അത് വേക്കൻ്റായി കിടക്കാറുണ്ട്. കാരണം അത്രയും ടീച്ചേഴ്സിന് കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അവർ വഴി അവർ കത്തയച്ചു. അന്ന് കത്തൊക്കെയാണ്, ഫോണൊന്നുമില്ല. കത്തയച്ചിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പുതുമകളും എന്താ പറയുക അത്ഭുതങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു പ്രയാസം അത്. കാരണം ഞാൻ വീട് വിട്ടൊന്നും നിന്നിട്ടില്ല. കുറച്ച് ദൂരേക്ക് മാറി നിൽക്കാണല്ലോ, അച്ഛനും അമ്മേനൊക്കെ വിട്ട് നിൽക്കുകയാണല്ലോ. അവർ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭാഷ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. മനസ്സിലാവാത്ത കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുട്ടികൾ പറഞ്ഞതൊക്കെ തിരിയാത്തതും, അതുപോലെ കുട്ടികളുടെ വേഷം, സംസ്കാരമൊക്കെ നല്ല വ്യത്യാസമായിരുന്നു. ഞങ്ങളുടെ നാടും ഈ ഒരു കൾച്ചറും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മലപ്പുറം ജില്ലയിലെ ആളുകളുടെ ഒരു സ്നേഹവും കരുതലും ബഹുമാനവും അത് എപ്പോഴും ഓർമ്മിക്കും. എന്നുവെച്ചാൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എവിടെ വെച്ച് കണ്ടാലും ഇപ്പം ഞങ്ങൾ ടീച്ചേഴ്സിനോട് പ്രത്യേകിച്ചൊരു സ്നേഹമാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക്. ഇപ്പോൾ പുറമെ വഴിയിൽ നിന്ന് വെച്ച് കണ്ടാൽ പോലും വെള്ളം കുടിക്കാമെന്ന് പറയും അവർ. അത്രയൊരു ഇഷ്ടമാണ് അവരോട്, അവർക്ക് നമ്മളോട്. പഴുപഴുത്ത മാമ്പഴം, മുഴുമുഴുത്ത മാമ്പഴം, രുചിയേറും മാമ്പഴം, കൊതിയൂറും മാമ്പഴം. ടീച്ചറ് ഈ വർഷം പെൻഷനാവാൻ പോവുക. പെൻഷനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്കൂളിൽ പഠിപ്പിക്കൽ കഴിഞ്ഞ് ടീച്ചർ റിട്ടയറായി പോവുകയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്? 1ാം ക്ലാസ്സിൽ. നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് എപ്പോഴാണ് പോണത്? 4ാം ക്ലാസ് കഴിഞ്ഞ് മിടുക്കരായി ജയിച്ച് നല്ല മാർക്കോട് കൂടി പോകും അല്ലേ? അപ്പോഴേ ടീച്ചർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 35 വർഷമായി. എത്ര വർഷമായി? പിന്നെ ഞാൻ സിജി ടീച്ചറും ബിന്ദു ടീച്ചറും റംല ടീച്ചറും പെൻഷനായി പോകും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ടീച്ചർമാർ വരും. നല്ല കുട്ടികളായിട്ട് പഠിക്കണം. എന്നാ ജോയിൻ ചെയ്ത്? 96 കുറച്ച് കാലം മുന്നേ. അപ്പോൾ പിന്നീട് കുറേ കൂടുതൽ നിങ്ങളുടെ അച്ഛന്മാരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിനെ പഠിപ്പിച്ചു, നിങ്ങളുടെ അച്ഛന്മാരെ പഠിപ്പിച്ചു, നിങ്ങളെ പഠിപ്പിച്ചു, മക്കളെയും പഠിപ്പിച്ചു, നിങ്ങളെയും പഠിപ്പിച്ചു. ശരി ശരി. അപ്പോൾ ഇക്കൊല്ലം ടീച്ചർ പോവാണ്. അപ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. നല്ല കുട്ടികളായിട്ട് വളരണം. നല്ല കുട്ടികളായിട്ട് നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി നല്ല വലിയ ആൾക്കാരായിട്ട് ടീച്ചറെയൊക്കെ ഇനിയിപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കാണുമല്ലോ നിങ്ങൾ. അപ്പോൾ ചിലപ്പം ടീച്ചറിന് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ നിങ്ങൾ വന്നിട്ട് സംസാരിക്കണം. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു നഷ്ടമല്ലേ? നമ്മുടെ ഒരു ഫാമിലി നമ്മുടെ എല്ലാത്തിലും ടൂർ പോകുമ്പോഴും റീൽസ് എടുക്കണതും എല്ലാം ഒരു എന്താ പറയുക ഒരു കുടുംബം പോലെ നമ്മൾ പോകുന്നത്. അതൊരു ഭയങ്കര സങ്കടം. വലിയൊരു അനുഗ്രഹം അഭിവൃദ്ധിയുടെ മെയിനായ കാര്യം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഒരു സന്തോഷം. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കില്ല. നിങ്ങൾ ആരാവണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാവണം എന്നാണ് നിങ്ങൾ മനസ്സിൽ കരുതുക, അല്ലെങ്കിൽ ആരാവണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? നല്ലൊരു വ്യക്തിയായിട്ട് വളരണം എന്നാണ് ആദ്യം നമ്മൾ കരുതേണ്ടത്. നല്ലൊരു വ്യക്തിയായിട്ട് വളരുക. പിന്നെ നമ്മൾ പഠനം. അപ്പോൾ നല്ലൊരു വ്യക്തിയായിട്ട് വളർന്നാൽ ബാക്കിയൊക്കെ പിന്നാലെ വരും. പഠനവും എ ഗ്രേഡും A+ഉം ജോലിയൊക്കെ വരും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നല്ല കുട്ടികളായിട്ട് വളരുക, പരസ്പരം സ്നേഹിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. അങ്ങനത്തെ കുട്ടികളാണ് നിങ്ങൾ അല്ലേ? അപ്പം അതുപോലെ തന്നെ വളരെ എല്ലാവരും നല്ല മക്കളായി വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുകയാണ്.